നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ റാങ്കിങ് ഇപ്പോൾ പഴയ പോലെയല്ല, ലൈവ് അപ്ഡേറ്റ് ആണ്. ഓരോ ദിവസത്തെ കളിക്ക് ശേഷവും മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ള ഒരു കാരണം, വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അർജൻറ്റീന ഇതാ താഴേക്ക് പോയിരിക്കുന്നു. ഒന്നാം സ്ഥാനത്തേക്ക് ഫ്രാൻസ് കയറി വന്നിരിക്കുന്നു. പറയുമ്പോൾ അർജൻറ്റീന ഗ്രൂപ്പിൽ അവരുടെ എല്ലാ കളികളും ജയിച്ചു വരുന്ന ടീമാണ്. ഏതായാലും ചെറിയ ഒരു വ്യത്യാസം ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൻ്റെ പോയിന്റിൽ സംഭവിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അർജൻറ്റീന അടുത്ത മത്സരം ജയിക്കുന്നതോടുകൂടി ഈ പോയിന്റ് ഗ്യാപ്പ് ഒന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേപ്പ് വെർദെക്കെതിരെയാണ് അർജൻറ്റീന അടുത്ത കളി നോക്കണം. എന്നാൽ സ്പെയിന് ഒരു സ്ഥാനം താഴേക്ക് പോയിട്ടുണ്ട്. ബ്രസീൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴുള്ള സ്ഥിതിയേക്കാൾ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പോർച്ചുഗൽ 3 സ്ഥാനം താഴേക്ക് പോയിരിക്കുന്നു. ജർമ്മനിയുടെ കാര്യം പിന്നെ പറയണ്ട, അവർ ടോപ്പ് 10 നിന്നൊക്കെ പുറത്തേക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ടോപ്പ് 10 സംഭവിച്ചത് എന്ന്. ഫ്രാൻസ് വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഫ്രാൻസ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 1916.24 റേറ്റിംഗ് പോയിൻ്റാണ് അവർക്കുള്ളത്. ഒന്നാമതുണ്ടായിരുന്ന അർജൻറ്റീന 2-ാമതേക്കായിട്ടുണ്ട്. 1907.4 അവരുടെ റേറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നർത്ഥം. സ്പെയിന് 3-ാമതായി. ഇംഗ്ലണ്ട് 4-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ബ്രസീൽ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ 6-ാമതായിരുന്ന ബ്രസീൽ ഇപ്പോൾ 5-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. മൊറോക്കോ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 6-ാം സ്ഥാനത്താണ്. നെതർലൻഡ്സ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 7-ാം സ്ഥാനത്താണ്. നെതർലൻഡ്സ് ഏതായാലും വേൾഡ് കപ്പിൽ നിന്നിപ്പോൾ പുറത്തായിട്ടുണ്ട്. പോർച്ചുഗൽ 3 സ്ഥാനം താഴേക്ക് പോയിട്ടുണ്ട്. വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ 5-ാമതുണ്ടായിരുന്ന പോർച്ചുഗൽ ഇപ്പോൾ 8-ാം സ്ഥാനത്താണ്. ബെൽജിയം 9-ാമത്. മെക്സിക്കോ നല്ല ക്ലൈംബ് നടത്തിയിട്ടുണ്ട്. 4 സ്ഥാനം മെച്ചപ്പെടുത്തി അവർ ടോപ്പ് 10 വന്നു. കൊളംബിയ 11-ാം സ്ഥാനത്താണ്. ജർമ്മനി ടോപ്പ് 10 ഉണ്ടായിരുന്നതാണ്, താഴേക്ക് പോയി 12-ാമതായി. ക്രൊയേഷ്യ 13-ാമതും. ഇറ്റലി വേൾഡ് കപ്പിനില്ലെങ്കിലും അവർ 14-ാമത്. USA 2 സ്ഥാനം മെച്ചപ്പെടുത്തി 15-ാം സ്ഥാനത്തേക്ക്. സ്വിറ്റ്സർലൻഡ് 3 സ്ഥാനം മെച്ചപ്പെടുത്തി 16-ാമത്. ജപ്പാൻ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി, പക്ഷേ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 17-ാമത്. സെനഗൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി, 3 സ്ഥാനം നഷ്ടപ്പെടുത്തി 18-ാമത്. ഉറുഗ്വായ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി, 3 സ്ഥാനം നഷ്ടപ്പെട്ട് 19-ാമത്. ഡെൻമാർക്ക് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 20-ാമത്. ഇതാണ് ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിലുള്ള ആദ്യ 20 സ്ഥാനക്കാർ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ കളി, ഇന്ന് രാത്രിയിലെ കളി, നാളത്തെ കളിയൊക്കെ വരുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും. ഏതായാലും ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന അർജൻറ്റീനയെ മറികടന്ന് ഫ്രാൻസ് 1-ാം സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.